ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂവാണ്ടൻ മാങ്ങ എടുക്കേണ്ടത് ഞാൻ വേറൊരു മാങ്ങയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. 4 മാങ്ങയുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എരിവിനായിട്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിരുമ്മിയാണ് മിക്സ് ചെയ്താണിത്. 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 2ാം പാലും 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2ാം പാലിൽ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുകയാണ്. ആ തിരുമ്മി വെച്ചിട്ടില്ലേ നമ്മൾ, അതിനകത്തേക്ക് 2ാം പാൽ ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ വേവാനെടുക്കണ സമയം ഇനി എടുത്താൽ മതി, അപ്പോഴേക്കൊന്ന് കുറുതായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയായിട്ട് കിടക്കണ മാങ്ങയാണ്. മൂവാണ്ടൻ മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് വേവ് കിട്ടും. ആവശ്യത്തിന് കുറുതാക്കി പറ്റിച്ചെടുത്തതിന് ശേഷം 1ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് മൂപ്പിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇനി മൂടി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് അങ്കമാലി മാങ്ങക്കറി തയ്യാറാക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.